അള്ളഹാനോട് ആര് എതിരുന്നാലും ശരി, സ്നേഹിച്ചാലും ശരി, ഇബാദത്ത് എടുത്തോൻക്കും എടുക്കാത്തവൻക്കും ഒക്കെ അള്ള വാരിക്കോരി കൊടുക്കും. അത് അള്ളാഹിൻ്റെ സിഫത്താണ്. റഹ്മാനും റഹീമുമാണ് പഠിച്ചോ. നമ്മൾ വിചാരിക്കും ഓന് ഒരു 5 വക്ത് നിസ്കരിക്കില്ല, മുഴുവൻ കള്ളു കൂടിയാൻ എങ്ങോട്ടും കണ്ടില്ല, ഓനക്ക് എത്ര പണം, എത്ര പൈസ. അള്ള അങ്ങനെ ഓൻ്റെ കച്ചവടത്തിലുണ്ട് ആൾക്കാർ ചൊരിഞ്ഞിട്ട് കൊടുക്കണം. എല്ലാവരും അവിടെ തടിച്ചു കൂടും. ഞാൻ 5 വക്ത് പള്ളിയിൽ വരെ എൻ്റെ ഇവിടെ ഒരു കച്ചവടം ഇല്ല. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അത് അള്ളാഹു റഹ്മാനും റഹീമുമാണ്. 5 വക്ത് നിസ്കരിക്കുന്ന എൻ്റെ പീടികയിൽ കച്ചവടം ഇല്ലെങ്കിൽ ഞാൻ എന്ത് കരുതണം? അള്ളാഹ്ക്ക് എന്നോട് കൂടുതൽ സ്നേഹമുണ്ടാകാം. ഈ ദുനിയാവിൽ ഇവന് കൊടുക്കുന്നതിനേക്കാളും ഇതിനൊക്കെ പകരം ഞാൻ ആഖിറത്തിൽ വമ്പൻ സമ്പാദ്യം അവനക്ക് കൊടുക്കും എന്നാണ് അള്ളാഹിന്റെ ഖലാ. നമുക്കറിയില്ലല്ലോ. ചിലപ്പോൾ മരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് മരിക്കാനുള്ള ഒരു ചാൻസ് ആയിരിക്കും ഇവനക്ക് അള്ളാഹ് കൊടുക്കുന്നത്. അത് അവനക്കറിയില്ല. അവൻ കച്ചവടം ഇല്ലാത്തതിന് ഇങ്ങനെ ഇടങ്ങാറാവൻ, ബേജാറാവൻ. എന്താ കച്ചവടം ഇല്ല, ഞാൻ നിസ്കരിച്ചിട്ട് നോമ്പോയിട്ട് എനിക്ക് കച്ചവടം ഇല്ലല്ലോ. അവനക്ക് അതിനേക്കാളും വലുത് അള്ളാഹ് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ഒരിക്കലും പാഴായി പോകില്ല നമ്മൾ നിസ്കരിക്കുന്നത്. ചെയ്യുന്ന അമലുകൾ ചെയ്യുന്നവനക്ക് നാളെ പരലോകത്ത് എന്തായാലും പഠിച്ചവൻ കൂലി കൊടുക്കും. ചെയ്യുന്നവനക്കും ചെയ്യാത്തവനക്കും അള്ളാഹുവിനെതിരെ നിൽക്കുന്ന ആളുകൾ അവർക്കൊക്കെ അള്ളാഹു ദുനിയാവിൽ മാത്രം കൊടുക്കും മരിക്കുന്നത് വരെ. അതോടെ കഴിഞ്ഞു. അപ്പൊ അതിലൊന്നും നമ്മൾ തെറ്റിദ്ധരിക്കേണ്ട, വിഷമിക്കേണ്ട ആവശ്യമില്ല.